നമസ്കാരം. KCN മലയാളം വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കൂഡ്ലു ബാങ്ക് കവർച്ച. മുഖ്യ സൂത്രധാരൻ ഷെരീഫ് അറസ്റ്റിൽ. പിടിയിലായത് കർണാടക കാർവാറിൽ വെച്ച്. കണ്ടെടുത്തത് 10 കിലോ സ്വർണം മാത്രം. ബാക്കി സ്വർണത്തിനു വേണ്ടി അന്വേഷണം തുടരുന്നു. പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന സമ്മേളനത്തിന് കൊടി ഉയർന്നു. മാധ്യമലോകം കാസർകോട്ട്. സാർവജനിക ഗണേശോത്സവത്തിന് ഭക്തിനിർഭരമായ തുടക്കം. ഇനിയുള്ള ദിനരാത്രങ്ങൾ ആത്മീയമയം. കുഴികൾക്ക് പിന്നാലെ പൊടിപടലങ്ങളും. ചിറിയ മുതൽ കുമ്പള വരെ യാത്ര ദുസ്സഹം. കൈവിരലുകളിൽ കൗതുകം. ലക്ഷ്മീശയുടെ വിഗ്രഹങ്ങൾ വിസ്മയ കാഴ്ചയാവുന്നു. വിശദമായ വാർത്തകളിലേക്ക്. കൂഡ്ലു ബാങ്ക് കവർച്ച. മുഖ്യ സൂത്രധാരൻ ഷെരീഫ് അറസ്റ്റിൽ. ഗോവ അതിർത്തിയായ കാർവാറിൽ വെച്ചായിരുന്നു അറസ്റ്റ്. കഴിഞ്ഞ ദിവസം രാത്രി പിടിയിലായ ഷെരീഫിന്റെ അറസ്റ്റ് വിവരം ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ ശ്രീനിവാസനും ഡിവൈഎസ്പി ടി ബി രഞ്ജിത്തും വാർത്താ സമ്മേളനത്തിലാണ് പ്രഖ്യാപിച്ചത്. കർണാടക ഗോവ അതിർത്തി പ്രദേശമായ കാർവാറിൽ വെച്ചായിരുന്നു അറസ്റ്റ്. റെയിൽവേ പോലീസിന്റെയും കർണാടക പോലീസിന്റെയും സഹായത്തോടെയായിരുന്നു അറസ്റ്റ്. തുടർന്ന് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പ്രതിയെ കാസർകോട്ട് എത്തിച്ചു. സ്വർണം സൂക്ഷിച്ച സ്ഥലം പോലീസ് പ്രതിയില്ലെന്ന് ഇതിനിടയിൽ ചോദിച്ചറിഞ്ഞു. കർണാടക റെയിൽവേ പോലീസ് സഹായത്തോടും കാർവാർ വെച്ചിട്ട് ഒരു പ്രധാനപ്പെട്ട ഒരു പ്രതിനെ ഷെരീഫിനെ പിടിക്കാൻ സാധിച്ചു. ആളിനെ ഇന്ന് രാവിലെ തന്നെ കൂട്ടിക്കൊണ്ടുവന്നിട്ട് അതിൻ്റെ വീട്ടിൻ്റെ വെളുപ്പിൽ തന്നെ തെങ്ങിൻ്റെ കുഴിയിൽ വെച്ചിട്ട് ഇത് കുളിപ്പിച്ച സ്ഥിതിയിൽ ഉണ്ടായിരുന്ന ഈ ബാഗിൽ ഇത്ര സ്വർണം ഇതുവരെ തൂക്കിയിട്ടില്ല. ഹാഫ് ഓഫ് ദി എമൗണ്ട് ഇപ്പോൾ നഷ്ടപ്പെട്ട 20 കിലോ പകുതി എമൗണ്ടെങ്കിലും 10 കിലോ എങ്കിലും ഉണ്ടായിരിക്കേണ്ടതാണ്. ഇന്ന് കുറേ ആൾക്കാർക്ക് ഇന്ന് ഒരു 5-6 പേർ കോൺസ്പിറേഷൻ ആസൂത്രണം ചെയ്ത ആൾക്കാരും പിന്നെ ആക്ച്വൽ എക്സിക്യൂട്ടേഴ്സ് എന്ന ചെയ്ത ആൾക്കാരുടെ സംശയിക്കുന്ന 5-6 പേരുണ്ട്. അവരുടെ പേർ പരസ്യപ്പെടുത്തില്ല. അടുത്ത ദിവസങ്ങളിൽ തന്നെ ബാക്കി ആൾക്കാരെ പിടിക്കേണ്ടതായിരിക്കും. 21 കിലോ സ്വർണ്ണമാണ് ഈ മാസം 7-ന് കുഡ്ലു ബാങ്കിൽ നിന്നും കൊള്ളയടിക്കപ്പെട്ടത്. അവശേഷിക്കുന്ന സ്വർണം ഒളിവിൽ കഴിയുന്ന മറ്റു പ്രതികളുടെ കൈവശമാണെന്നാണ് സംശയിക്കുന്നത്. അന്വേഷണ സംഘത്തിൽ കാസർഗോഡ് CI PK സുധാകരൻ, കോസ്റ്റൽ CI CK സുനിൽകുമാർ, SI രത്നാകരൻ, രാജൻ, സ്കോഡംഗങ്ങളായ പ്രകാശൻ, ലക്ഷ്മി നാരായണൻ, സുനിൽ അബ്രഹാം, ഓസ്റ്റിൻ തമ്പി, ഫിറോസ്, ഗിരീഷ്, ഷാജു, പ്രദീപ് ഗോപാൽ, ജോൺ, ദീപക്, ഷൈജു, രാജേഷ്, ധനേഷ്, ഗോകുൽ, നിശാന്ത്, രജീഷ് തുടങ്ങിയവരും ഉണ്ടായിരുന്നു. കണ്ടെടുത്തത് 10 കിലോ സ്വർണം മാത്രം. വീട്ടുവളപ്പിൽ കുഴിച്ചിട്ട നിലയിലായിരുന്നു സ്വർണം. ഷെരീഫിനെ വിശദമായി ചോദ്യം ചെയ്യുന്നു. കൊള്ളയടിച്ച സ്വർണത്തിൽ പകുതിയിലേറെ ഷെരീഫിന്റെ പച്ചമ്പളയിലെ വീട്ടിന്റെ തെങ്ങിൻ ചുവട്ടിൽ നിന്നാണ് കണ്ടെത്തിയത്. സ്വർണ്ണാഭരണങ്ങൾ പണയപ്പെടുത്തിയ രസീതിയടക്കം പ്ലാസ്റ്റിക് കവറിലാക്കി ബാങ്ക് സൂക്ഷിച്ച അതേ നിലയിലാണ് ഉണ്ടായിരുന്നത്. ഇവ ഒരു ചുവന്ന ബാഗിലിട്ട് കറുത്ത പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ് കുഴിച്ചിടുകയായിരുന്നു. ബാക്കി സ്വർണം മറ്റു പ്രതികളെ പിടിച്ചാൽ മാത്രമേ കണ്ടെത്താനാകൂ എന്ന് പോലീസ് പറഞ്ഞു. മൊത്തം 6 പേരാണ് ബാങ്കിനകത്ത് കയറി സ്വർണവും പണവും കൊള്ളയടിച്ചത്. കേസിലെ 2 പ്രതികളെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. ചൗക്കി ബദർ നഗറിലെ KA മുഹമ്മദ് സാബിർ, ചൗക്കിക്കുന്നിലെ അബ്ദുൽ മൗഷൂഖ് എന്നിവരാണ് കഴിഞ്ഞ ദിവസം അറസ്റ്റിലായത്. ഇതിൽ സാബിർ നേരിട്ടും മൗഷൂഖ് ഗൂഢാലോചനയിലും പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു. പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന സമ്മേളനത്തിന് കാസർകോട്ട് കൊടിയുയർന്നു. കേരളത്തിലെ മിക്ക മാധ്യമപ്രവർത്തകരും കാസർകോട്ടെത്തി. കേരളത്തിന്റെ മാധ്യമലോകം കാസർകോട്ട് തമ്പടിച്ചിരിക്കുന്നു. സംസ്ഥാനത്തെ പ്രമുഖരായ മുഴുവൻ മാധ്യമപ്രവർത്തകരും കാസർകോട്ടെത്തി. രാവിലെ സംസ്ഥാന പ്രസിഡന്റ് K പ്രേംനാഥ് പതാക ഉയർത്തിയതോടെയാണ് 2 ദിവസം നീണ്ടു നിൽക്കുന്ന സമ്മേളനത്തിന് തുടക്കമായത്. ജനറൽ സെക്രട്ടറി N പത്മനാഭൻ, നിയുക്ത പ്രസിഡന്റ് PA അബ്ദുൽ ഗഫൂർ, ജനറൽ സെക്രട്ടറി C നാരായണൻ, വൈസ് പ്രസിഡന്റ് VV വിജയൻ, സ്വാഗത സംഘം കൺവീനർ MO വർഗീസ്, പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് സണ്ണി ജോസഫ്, സെക്രട്ടറി രവീന്ദ്രൻ രാമേശ്വരം തുടങ്ങിയവർ സംസാരിച്ചു. സമ്മേളനം വീഡിയോ കോൺഫറൻസിലൂടെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ് ഉദ്ഘാടനം ചെയ്തത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ മന്ത്രിമാരുടെയും ജില്ലാ കളക്ടർമാരുടെയും അടിയന്തര യോഗം വിളിച്ചു ചേർത്തതിനാലാണ് തനിക്ക് എത്താൻ കഴിയാത്തതെന്നും സമ്മേളന വിജയത്തിന് എല്ലാ ആശംസകളും നേരുന്നതായി മുഖ്യമന്ത്രി അറിയിച്ചു. കേരളത്തിലെ മാധ്യമപ്രവർത്തകരുടെ ക്ഷേമത്തിനു വേണ്ടി സർക്കാർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പത്രപ്രവർത്തക യൂണിയന്റെ 53ാമത് സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുക്കാൻ സാധിക്കാതെ വന്നതിൽ അതിയായ ഞാൻ വരാമെന്ന് സമ്മതിച്ചതാണ്. ഈ തീയതി നിശ്ചയിച്ചപ്പോൾ ഞാൻ ആ ദിവസം 11 മണിക്ക് തന്നെ അവിടെ എത്തും എന്ന് ഞാൻ ഉറപ്പ് കൊടുത്തതുമാണ്. പക്ഷേ
ഞാൻ ഒരു വിധത്തിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നു. ജില്ലാ കളക്ടർമാരുടെ ആനുവൽ കോൺഫറൻസ് സെപ്റ്റംബർ 10, 11 തീയതികളിലാണ് നിശ്ചയിച്ചിരുന്നത്. അത് ഒഴിവാക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ അത് മാറ്റിവെക്കേണ്ടി വന്നു. മാറ്റിവെക്കുന്ന സമ്മേളനം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ പ്രഖ്യാപനവുമായി ഒരു വിധത്തിലും ബന്ധപ്പെടാതിരിക്കേണ്ടി വന്ന സാഹചര്യത്തിൽ ഈ 17, 18 തീയതികളിൽ ജില്ലാ കളക്ടർമാരുടെ വാർഷിക സമ്മേളനം നിശ്ചയിക്കേണ്ടി വന്നു. സംസ്ഥാന പ്രസിഡന്റ് കെ പ്രേംനാഥ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് തമ്പാൻ തോമസ് മുഖ്യപ്രഭാഷണം നടത്തി. MLA-മാരായ കെ കുഞ്ഞിരാമൻ, PB അബ്ദുൽ റസാഖ്, ഇ ചന്ദ്രശേഖരൻ, നഗരസഭ ആക്ടിംഗ് ചെയർമാൻ അബ്ബാസ് ബീഗം, പത്രപ്രവർത്തക യൂണിയൻ ജനറൽ സെക്രട്ടറി N പത്മനാഭൻ തുടങ്ങിയവർ സംബന്ധിച്ചു. സംഘാടക സമിതി ചെയർമാൻ NA നെല്ലിക്കുന്ന് സ്വാഗതവും ജനറൽ കൺവീനർ M വർഗീസ് നന്ദിയും പറഞ്ഞു. സാർവജനിക ഗണേശോത്സവത്തിന് ഭക്തിനിർഭരമായ തുടക്കം. ഇനിയുള്ള ദിനരാത്രങ്ങൾ ആത്മീയതയിൽ അലിഞ്ഞ നിമിഷങ്ങളാണ്. 60ാം സാർവജനിക ശ്രീ ഗണേശോത്സവത്തോടനുബന്ധിച്ച് വിവിധങ്ങളായ പരിപാടികളാണ് നടന്നുവരുന്നത്. വ്യാഴാഴ്ച ശ്രീ ഗണേശ വിഗ്രഹം ശ്രീ വരദരാജ വെങ്കട്ടരമ ക്ഷേത്രത്തിൽ നിന്ന് ശ്രീരാമപേട്ട വഴി വാദ്യഘോഷങ്ങളോടെ ആനയിച്ച് ശ്രീ മല്ലികാർജുന ക്ഷേത്രത്തിൽ എത്തി. തുടർന്ന് ഗണപതി ഹോമവും ശ്രീസന്നിധിയിൽ ശ്രീ ഗണേശ വിഗ്രഹം പ്രതിഷ്ഠിക്കലും നടന്നു. ധ്വജാരോഹണം, വജ്രമഹോത്സവം ഉദ്ഘാടനം എന്നിവയും നടന്നു. മുൻ മംഗലാപുരം MLC മോനപ്പ ഭണ്ഡാരി ഉദ്ഘാടനം നിർവഹിച്ചു. തുടർന്ന് പൂജ, ഭജനം, മാമാങ്കം, മഹാപൂജ എന്നിവയും അരങ്ങേറി. തുടർന്നുള്ള ദിവസങ്ങളിലും വ്യത്യസ്തങ്ങളായ പരിപാടികൾ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കരവിരുതുകൊണ്ട് ഗണേശ വിഗ്രഹം തീർത്ത് ലക്ഷ്മീശ. നെല്ലിക്കുന്ന് സ്വദേശിയായ ലക്ഷ്മീശ ഒരുക്കുന്ന വിഗ്രഹങ്ങൾ കൗതുക കാഴ്ചയാണ് സമ്മാനിക്കുന്നത്. വിനായക ചതുർത്ഥിയെ വിഗ്രഹങ്ങൾ കൊണ്ട് സമ്പന്നമാക്കുന്ന തിരക്കിലാണ് നെല്ലിക്കുന്നിലെ ലക്ഷ്മീശ. ലക്ഷ്മീശയുടെ കരവിരുതിൽ വിരിയുന്ന വിഗ്രഹങ്ങൾ അഴകും കൗതുകവും പകർന്ന് കാഴ്ചക്കാരെ മതിപ്പിക്കുന്നു. വിഘ്നേശ്വര രൂപം ഉണ്ടാക്കുന്നത് തപസ്യയായി സ്വീകരിച്ചിട്ടുള്ള തെയ്യം വർഷങ്ങളായി നിരവധി ക്ഷേത്രങ്ങളിൽ ഗണേശോത്സവത്തിനുള്ള വിഗ്രഹങ്ങൾ അനുഷ്ഠാനം പോലെ പണിതു തീർക്കുന്നു. ലക്ഷ്മീശ്വര ഒരുക്കിയെടുക്കുന്ന ഗണപതി വിഗ്രഹങ്ങളുടെ ഉണ്ണിക്കുടവയറും തുമ്പിക്കൈയും കൊമ്പുമൊക്കെ ഭക്തരിൽ വിസ്മയം ഉളവാക്കുന്നതാണ്. അച്ചുകളൊന്നും ഉപയോഗിക്കാതെ മനസ്സിൽ പതിഞ്ഞ ഗണപതിയുടെ രൂപം അതിൻ്റെ ശരീര വടിവിനൊത്ത് രൂപപ്പെടുത്തുന്നതിന് മണിക്കൂറുകൾ മാത്രമേ ലക്ഷ്മീശയ്ക്ക് വേണ്ടി വരുന്നുള്ളൂ. 6 അടി ഉയരമുള്ള ഗണേശ വിഗ്രഹങ്ങൾ വരെ ലക്ഷ്മീശ നിർമ്മിച്ചിട്ടുണ്ട്. സാർവജനിക ശ്രീ ഗണേശോത്സവത്തിൻ്റെ വിഗ്രഹങ്ങളാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിഗ്രഹങ്ങൾ ഇപ്രാവശ്യം 22 വിഗ്രഹങ്ങളാണ് ഇവിടെ ചെയ്തിട്ടുണ്ട്. ഈ പ്രാവശ്യം കളിമണ്ണിൻ്റെ പ്രശ്നമായിട്ട് കുറച്ച് ലേറ്റായി ആക്കുന്നത്, കുറച്ച് ലേറ്റായി പോയി. ഇത് കളിമണ്ണ് ഇപ്പോൾ കിട്ടുന്നില്ല. ഈ പ്രാവശ്യം ഞാൻ കർണാടകയിലെ കല്ലടക്കയിൽ നിന്നാണ് കളിമണ്ണ് കൊണ്ടുവന്നിട്ട് ഇവിടെ. അതിൻ്റെ ചിലവ് അധികമാണ്, ഡബിൾ ഇരട്ടി ചിലവാണ് ഇപ്പോൾ ഇവിടെ. ഞങ്ങൾക്ക് ഇതിലൊന്നും ഇതിൻ്റെ ഒരു ദൈവത്തിൻ്റെ ഇതാക്കിയിട്ട് ഞങ്ങൾ ആക്കുന്നതല്ലാതെ ഇതിന് ലാഭത്തിനോ ഒന്നും ചെയ്യുന്നില്ല. ചെറുതും വലുതുമായ നിരവധി ഗണേശ വിഗ്രഹങ്ങളാണ് ചതുർത്ഥി ദിനാഘോഷത്തിൽ എത്തിക്കുന്നത്. പരസ്യ കലാകാരനാണ് ലക്ഷ്മീശ. എന്നാൽ ഗണേശ വിഗ്രഹങ്ങൾ നിർമ്മിക്കുന്നത് ലാഭമുണ്ടാക്കാനുള്ള മാർഗത്തിനല്ല. ഉണ്ടാക്കിയ വിഗ്രഹങ്ങൾക്ക് അദ്ദേഹം വിലപേശാറുമില്ല. കുഴികൾക്ക് പിന്നാലെ പൊടിപടലങ്ങളും. ഷിറിയ മുതൽ കുമ്പള വരെ യാത്ര ചെയ്യണമെങ്കിൽ ജീവൻ പണയം വെക്കണം. KCN വാർത്താ പരമ്പര തുടരുന്നു. ദേശീയപാതയിലൂടെ യാത്ര ചെയ്യണമെങ്കിൽ കുഴികളെ മാത്രമല്ല പൊടികളെയും സഹിക്കണം.
ഉപ്പള പിന്നിട്ടാൽ ഷിറിയ ആരിക്കാടി കുമ്പള വരെ കുഴികളോടൊപ്പം വൻ പൊടിപടലങ്ങളുമാണ് ദുരിതം ചൊരിയുന്നത്. പൊടിപടലങ്ങൾ നിറഞ്ഞു നിൽക്കുന്നത് കാരണം കാഴ്ചകൾ മങ്ങുകയും വാഹനങ്ങൾ കുഴികളിൽ വീണു പോവുകയും ചെയ്യുന്നത് പതിവാണ്. ഈ കാഴ്ചകൾ കാണുക. ഷിറിയ പാലത്തിൻ്റെ അവസ്ഥയും അതിദയനീയമാണ്. പൊട്ടിപ്പൊളിഞ്ഞ ടാറിങ്ങിലൂടെ ഇഴഞ്ഞിഴഞ്ഞാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത്. ഏറെ നേരം പാലത്തിൽ കുടുങ്ങിപ്പോകുന്ന അവസ്ഥയും നിത്യകാഴ്ചയാണ്. വിദ്യാർത്ഥികളടക്കമുള്ളവർ ഇവിടെ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ചില്ലറയല്ല. ഷിറിയ കഴിഞ്ഞ് ആരിക്കാടിയിലെത്തിയപ്പോൾ കുഴികൾക്ക് പിന്നെയും ആഴം കൂടി. ആരിക്കാടി ടൗണിലുള്ള ഈ കുഴി ഒരു മരണക്കുഴി തന്നെയാണ്. ആരിക്കാടി കഴിഞ്ഞാൽ പിന്നെ വാഹനങ്ങൾക്ക് നീങ്ങുവാനാകില്ല. ജില്ലയിലെ ഏറ്റവും മോശം റോഡുള്ളത് ഇവിടെയാണ്. കുമ്പള ടൗണിലേക്കെല്ലാം പോകാൻ ആരിക്കാടിൽ നിന്ന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഇവിടുന്ന് 30 റുപ്യാണ് ബാഡിക ഉള്ളത്. പക്ഷേ നമുക്കത് മുതലാകുന്നില്ല. ചോദിച്ചെങ്കിൽ ആരും തരുന്നുമില്ല. ഈ ബാഡിൻ്റെ പാർട്സ് അത് ഇത് എത്ര വയറിങ് എല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കിത് മുതലാകുന്നില്ല ഈ കുഴി കാരണം. പിന്നെ കൊല്ലം തോറും കൊടുന്നിട്ട് ഈ ജെല്ലി പൊടിയെല്ലാം ഇടുന്നല്ലാതാണ്ട് ഒരു നേരാക്കുന്ന ഒരു ഇഷ്യൂ ഇല്ല. ഗോപാലകൃഷ്ണ ക്ഷേത്രത്തിന്റെ മുന്നിലടക്കം റോഡ് തകർന്ന് തരിപ്പണമായി കിടക്കുന്നു. ആസൂത്രിതമായ അഴിമതിയാണ് ഇതിന് പിന്നിലെന്ന് പൊതുപ്രവർത്തകനായ രഘുദേവ മാസ്റ്റർ പറഞ്ഞു. വെറുപാട് മുതൽ ഉപ്പള വരെയുള്ള റോഡ് കഴിഞ്ഞ 3 വർഷങ്ങൾക്ക് മുമ്പാണ് നാഷണൽ ഹൈവേയുടെ മറ്റ് റോഡ് പോലെ അതേപോലെ തുകയ്ക്ക് ടെൻഡർ എടുത്ത ആളുകൾ പണി ചെയ്തത്. പക്ഷേ 1 വർഷം പോലും പൂർത്തിയാകുന്നതിന് മുമ്പ് ആദ്യത്തെ മഴയ്ക്ക് തന്നെ ഈ റോഡ് ഇതേപോലത്തെ കുണ്ടും കുഴിയുമായി. ആ കുണ്ടും കുഴിയും അടയ്ക്കാൻ ഇതേ കോൺട്രാക്ടർമാർ തന്നെ അവർക്ക് 3 കൊല്ലമാണ്. ആ 3 കൊല്ലം ഗ്യാരണ്ടി പീരീഡ് കഴിയുന്നത് വരെ അവർ കൃത്യമായി ചെയ്യാത്തത് കൊണ്ട് ഓരോ വർഷവും ഈ കുണ്ടും കുഴിയുമായി നാട്ടുകാർക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കി പോകുന്ന സ്ഥിതി ഉണ്ടാക്കി. അപ്പോൾ നമുക്കറിയാം ഈ റോഡിൽ ഒരു മണിക്കൂറിനുള്ളിൽ 10ലധികം ആംബുലൻസ് മംഗലാപുരത്തേക്ക് രോഗികളുമായിട്ട് പോകുന്ന റോഡാണ്. അവർക്ക് ഒരു കാരണവശാലും പോകാൻ കഴിയുന്നില്ല. എപ്പോഴും റോഡ് തടസ്സമാണ്. ആരും തടസ്സപ്പെടുത്താതെ തന്നെ തടസ്സമുണ്ടാക്കുന്ന നിലയിലേക്ക് പോയിരിക്കുന്ന സ്ഥിതിയാണുള്ളത്. ഒരു മഴ വന്നാൽ റോഡ് തകരുന്നുവെങ്കിൽ അതിന് പിന്നിലെ രഹസ്യം നമുക്ക് വായിച്ചെടുക്കാവുന്നതേയുള്ളൂ. കംഫർട്ട് സ്റ്റേഷനിലെ മലിനജലം റോഡിലേക്ക്, മൂക്കുപൊത്തി ജനം. മാലിന്യ പ്രശ്നത്തിൽ ദുരിതം അനുഭവിക്കുന്ന നഗരവാസികൾക്ക് കൂടുതൽ ദുരിതം സൃഷ്ടിച്ചുകൊണ്ട് കംഫർട്ട് സ്റ്റേഷനിലെ മലിനജലവും റോഡിലേക്ക് ഒഴുകുന്നു. കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡിന് സമീപത്തെ കംഫർട്ട് സ്റ്റേഷനിലെ മലിനജലമാണ് സമീപത്തെ റോഡിലേക്ക് ഒഴുകിവിട്ടത്. ദുർഗന്ധം വമിക്കുന്ന മലിനജലത്തിൽ ചവിട്ടിയാണ് നഗരയാത്രികർ യാത്ര ചെയ്യുന്നത്. പകർച്ചവ്യാധികൾ പിടിപെടുന്ന സമയമായിട്ടും മലിനജലം ഒഴുക്കിവിടുന്നതിനെതിരെ നടപടിയെടുക്കാൻ അധികൃതർ രംഗത്ത് വന്നിട്ടില്ല. സമീപവാസികൾ പരാതിയുമായി രംഗത്ത് വന്നതോടെ കംഫർട്ട് സ്റ്റേഷൻ അടച്ചിട്ടു. നിത്യേന ആയിരക്കണക്കിന് ആളുകൾ യാത്ര ചെയ്യുന്ന റോഡിലേക്കാണ് മലിനജലം ഒഴുക്കിവിട്ടത്. നൂറുകണക്കിന് കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു കിണറുകളിലും അതുപോലെ തന്നെ നൂറുകണക്കിന് യാത്രക്കാരും സ്കൂൾ വിദ്യാർത്ഥികൾ 2-3 വിദ്യാലയങ്ങൾ പ്രവർത്തിക്കുന്ന സ്ഥലമാണ് ഇവിടെ. ആസ്പത്രികളിലുള്ള സ്ഥലം എല്ലാം ഈ മലിനജലം ചവിട്ടിയിട്ടും ഇതിൽ അഭിഷേകം ചെയ്തുകൊണ്ടുമാണ് ഈ ഇതിലെ കൂടിലെ യാത്ര. സമീപ പ്രദേശങ്ങളിലുള്ളവർക്കും മലിനജലത്തിന്റെ ദുർഗന്ധം പ്രശ്നം സൃഷ്ടിക്കുന്നുണ്ട്. പ്രാഥമിക സൗകര്യങ്ങൾ നിറവേറ്റാൻ സൗകര്യമില്ലാതെ വലയുന്ന നഗരയാത്രികർക്ക് വേണ്ട സൗകര്യമൊരുക്കാൻ ശാസ്ത്രീയമായ സമീപനങ്ങൾ സ്വീകരിക്കാൻ അധികൃതർ തയ്യാറാവണമെന്ന ആവശ്യം ശക്തമായിട്ടുണ്ട്. സ്വന്തമായി വള്ളം ലഭിച്ചതിന്റെ ആഹ്ലാദത്തിലാണ് ചെറുവത്തൂർ മടക്കരയിലെ 26 മത്സ്യത്തൊഴിലാളികൾ. വള്ളങ്ങൾ നൽകിയത് മത്സ്യത്തൊഴിലാളി വികസനക്ഷേമ സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ. മത്സ്യഫെഡ് മുഖേന അനുവദിച്ച വള്ളങ്ങളുടെ വിതരണോദ്ഘാടനം മത്സ്യഫെഡ് സംസ്ഥാന ഭരണസമിതി അംഗം വിദ്യാസാഗർ നിർവഹിച്ചു. ഈ സംഘത്തിന്റെ അഭിവൃദ്ധി ഉണ്ടാക്കുവാനുള്ള പ്രവർത്തനങ്ങൾക്ക് ഉപകരിക്കും എന്നുള്ളതുകൊണ്ട് തന്നെ
ആ രീതിയിലുള്ള ചിന്താഗതി വെച്ചുകൊണ്ട് വരും കാലങ്ങളിൽ ഇതിൽ കൂടുതൽ ആളുകളെ തെരഞ്ഞുപിടിച്ച് ഇത്തരം സംരംഭങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് മുമ്പോട്ട് പോകുവാൻ കഴിഞ്ഞാൽ ഈ പ്രദേശത്തെ ജനങ്ങളെ സഹായിക്കുക എന്നുള്ളത് മാത്രമല്ല, മറിച്ച് സംഘത്തിൻ്റെ അഭിവൃദ്ധിക്കും അതുവഴി മത്സ്യഫെഡിനെ സഹായിക്കുന്ന അല്ലെങ്കിൽ പ്രസ്ഥാനത്തെ നിലനിർത്തുന്ന ഒരു ഘടകമായി ഈ സംഘത്തിന് മാറാൻ കഴിയും എന്നുള്ളതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി കടന്നു പോകുവാൻ നിങ്ങൾക്ക് കഴിയുമാറാകട്ടെ, ഈ സംഘത്തിന് കഴിയുമാറാകട്ടെ. കെ മോഹനൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ മാനേജർ വനജ, സംസ്ഥാന ഭരണസമിതി അംഗം ആനന്ദവല്ലി, അസിസ്റ്റന്റ് മാനേജർ ഷെരീഫ, പ്രൊജക്ട് ഓഫീസർ ഷൈബ, വി സുരേശൻ, വി സജിനി തുടങ്ങിയവർ സംസാരിച്ചു. വീട്ടമ്മയെ തേടി അജ്ഞാത ഫോൺ സന്ദേശങ്ങൾ, ഉറവിടം അന്വേഷിച്ച് പോലീസ്. വീട്ടമ്മയെ തേടിയെത്തുന്ന അജ്ഞാത ഫോൺ സന്ദേശത്തെക്കുറിച്ചുള്ള അന്വേഷണം പോലീസ് കർശനമാക്കി. നീലേശ്വരം പടിഞ്ഞാറ്റൻകൊഴുവലിലെ യുവതിയും മക്കളും താമസിക്കുന്ന വീട്ടിലേക്കാണ് തുടർച്ചയായി അജ്ഞാത ഫോൺ കോളുകളും മെസ്സേജുകളും എത്തുന്നത്. വീട്ടിൽ എന്ത് സംഭവം നടന്നാലും ഉടൻ ഫോണിൽ വിളിയെത്തും. വന്നുപോകുന്നവരുടെ വിവരങ്ങൾ യുവതിയുടെ ഫോണിലേക്ക് സന്ദേശവുമായി എത്തും. പൊറുതിമുട്ടിയ വീട്ടമ്മ നീലേശ്വരം പോലീസിൽ പരാതി നൽകി. പോലീസ് അന്വേഷണം ആരംഭിച്ചെങ്കിലും അജ്ഞാതനായ വ്യക്തിയും ഉറവിടവും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. നീലേശ്വരം പടിഞ്ഞാറ്റൻകൊഴുവിലെ ഒരു വീട് അജ്ഞാതം നിരീക്ഷിക്കുന്നുണ്ടെന്ന്, അത് മൊബൈലിലേക്ക് മെസ്സേജ്, ആ വീട്ടിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ മൊബൈലിലേക്ക് മെസ്സേജ് വരുന്നുണ്ട് എന്ന് പറഞ്ഞൊരു പരാതി സ്റ്റേഷൻ കിട്ടിയിട്ടുണ്ട്. അത് സൈബർ സെല്ലിന് അയച്ചു കൊടുത്തിട്ടുണ്ട്. അത് അവർ അന്വേഷിച്ചതിന് ശേഷം അതിൻ്റെ നടപടികൾ സ്വീകരിക്കുന്നത്. കൂടുതൽ അന്വേഷിച്ചപ്പോൾ ആന്ധ്രാപ്രദേശിൽ നിന്നുമാണ് സന്ദേശങ്ങൾ എത്തിയതെന്നാണ് കരുതുന്നത്. സൈബർ സെല്ലിന്റെ സഹായത്തോടെ പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചെങ്കിലും പുതിയ വിവരങ്ങളൊന്നും കണ്ടെത്താനായില്ല. വീടും പരിസരവും ഒളിക്യാമറയിൽ ബന്ധിപ്പിച്ചതായ സംശയത്തെ തുടർന്ന് തിരച്ചിൽ നടത്തിയെങ്കിലും കൂടുതൽ വിവരങ്ങൾ കണ്ടെത്താനായില്ല. പോലീസും നാട്ടുകാരും അന്വേഷണം ശക്തമാക്കുമ്പോഴും അജ്ഞാതന്റെ അന്വേഷണവും വിക്രിയകളും തുടരുകയാണ്. ദീപ്തിക്കും അർജുനും രാവണേശ്വരം ഹയർ സെക്കൻഡറി സ്കൂളിൽ അനുമോദനം ഒരുക്കി. അറിവിന്റെ പോരാട്ടത്തിൽ ചലച്ചിത്ര നടൻ സുരേഷ് ഗോപിക്കൊപ്പം കോടീശ്വരൻ പരിപാടിയിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്ക് രാവണേശ്വരം ഹയർ സെക്കൻഡറി സ്കൂളിൽ അനുമോദന ചടങ്ങ് സംഘടിപ്പിച്ചു. സ്കൂളിലെ 10ാം തരം വിദ്യാർത്ഥികളായ അർജുൻ MS, ദീപ്തി M എന്നീ കുട്ടികളെയാണ് അനുമോദിച്ചത്. നിങ്ങൾക്കുമാകാം കോടീശ്വരൻ പരിപാടിയിലൂടെ നാടിന്റെ അഭിമാനങ്ങളായി മാറിയ അർജുനും ദീപ്തിക്കും സ്കൂളിൽ ഒരുക്കിയ അനുമോദന യോഗം വിജ്ഞാന കോടീശ്വരം പരിപാടി കവി CM വിനയചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സ്വന്തം അറിവുകൊണ്ട്, വിജ്ഞാനം കൊണ്ട്, വിദ്യാഭ്യാസം കൊണ്ട് ലോകത്തിന് നന്മ ചെയ്യാനുള്ള വഴിയാണ് നാം തിരഞ്ഞെടുക്കേണ്ടത്. അർജുനും ദീപ്തിയും തീർച്ചയായിട്ടും ആ വഴിയിലൂടെ സഞ്ചരിക്കാൻ നമുക്കൊക്കെ പ്രചോദനമാകുന്ന 2 കുട്ടികളാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ ഗുരുനാഥന്മാരെ, നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചെറിയ ക്ലാസ് മുതൽ ഇനിയും എത്രയോ വഴികളിലൂടെ നമുക്ക് താങ്ങും തണലുമായിട്ട് വാക്കുകൊണ്ടും നോക്കുകൊണ്ടും നമുക്ക് അനുഗ്രഹ വർഷം ചെയ്യുന്ന നമ്മുടെ ഗുരുനാഥന്മാരെ കുറിച്ചുള്ള ഓർമ്മകളാണ് ജീവിതത്തിലെ ഏത് പ്രയാസ വഴികളിലും നമുക്ക് വലിയ താങ്ങും തണലുമായിട്ട് മാറും. PTA പ്രസിഡന്റ് M ബാലകൃഷ്ണൻ അധ്യക്ഷനായി. ഡയറ്റ് സീനിയർ ലെക്ചറർ K രാമചന്ദ്രൻ നായർ പ്രഭാഷണം നടത്തി. പ്രിൻസിപ്പൽ K ബാലൻ ഉപഹാരം സമർപ്പിച്ചു. പഞ്ചായത്ത് അംഗം PA ശകുന്തള, ഗീതാ തണ്ണോട്ട്, P രമണി എന്നിവർ സംസാരിച്ചു. ഹെഡ്മാസ്റ്റർ എബ്രഹാം വർഗീസ് സ്വാഗതം പറഞ്ഞു. സംസ്ഥാന ബീച്ച് ഗുസ്തി മത്സരത്തിൽ 3ാം സ്ഥാനം നേടിയ വിപിനെ ചടങ്ങിൽ അനുമോദിച്ചു. അനുമോദനങ്ങൾക്ക് അർജുനും ദീപ്തിയും മറുപടി പ്രസംഗം നടത്തി. കെട്ടിട നിർമ്മാണ ചട്ടവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ തുടർന്ന് ചുവപ്പനാടയിൽ കുടുങ്ങിയ ചെറുവത്തൂർ VV സ്മാരക ആശുപത്രി കെട്ടിട നിർമ്മാണത്തിന്റെ സാങ്കേതിക കുരുക്ക് അഴിയുന്നു. കെട്ടിട നിർമ്മാണ ചട്ടത്തിൽ ഇളവ് അനുവദിക്കാമെന്ന് ചീഫ് ടൗൺ പ്ലാനർ നിലപാട് സ്വീകരിച്ചു. ചട്ടത്തിൽ ഇളവ് അനുവദിക്കാൻ ചീഫ് ടൗൺ പ്ലാനർ സർക്കാരിലേക്ക് ശുപാർശ ചെയ്യും. തുടർന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ അനുമതി ഉത്തരവ് കൂടി വരുന്നതോടെ തുടർ നടപടികൾ സ്വീകരിക്കും. ആശുപത്രിക്ക് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിനായി നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പദ്ധതി തയ്യാറാക്കുകയും എൻഡോസൾഫാൻ നബാർഡ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1.81 കോടി രൂപ അനുവദിക്കുകയും ചെയ്തിരുന്നു. 2012 P കരുണാകരൻ MPയുടെ ഇടപെടലിനെ തുടർന്ന് ജില്ലയിൽ അനുവദിച്ച എൻഡോസൾഫാൻ പാക്കേജിലെ 235 പദ്ധതികളിൽ ഒന്നായിരുന്നു ഇത്. സെപ്റ്റംബറിൽ പ്രവൃത്തി ആരംഭിച്ച് 18 മാസത്തിനകം ആശുപത്രി കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കാനായിരുന്നു വ്യവസ്ഥ. എന്നാൽ ഇവിടെ കെട്ടിട നിർമ്മാണ ചട്ടത്തിലെ ചില വ്യവസ്ഥകൾ പുതിയ കെട്ടിട നിർമ്മാണത്തിന് തടസ്സമായി. നിലവിൽ പുതിയ കെട്ടിടം നിർമ്മിക്കണമെങ്കിൽ കെട്ടിട നിർമ്മാണ ചട്ടത്തിൽ ഇളവ് ലഭിക്കണമെന്ന നില വന്നു. ഇതിനായി പഞ്ചായത്ത് എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ റിപ്പോർട്ട് 2 വർഷം മുമ്പ് തന്നെ സംസ്ഥാന സർക്കാരിന് സമർപ്പിച്ചിരുന്നു. എന്നാൽ കെട്ടിട നിർമ്മാണ ചട്ടത്തിൽ സംസ്ഥാന സർക്കാർ ഇളവ് നൽകാൻ തയ്യാറാകാത്തതിനെ തുടർന്ന് നിർമ്മാണ പ്രവൃത്തി അനിശ്ചിതത്വത്തിലായി. കാലാവധി അവസാനിക്കാൻ മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ സർക്കാർ അനുമതി ലഭിക്കാത്തതിനെ തുടർന്ന് ഫണ്ട് നഷ്ടമായേക്കുമോ എന്ന ആശങ്കയും ഉയർന്നിരുന്നു. ഇതേ തുടർന്ന് P കരുണാകരൻ MP മുഖ്യമന്ത്രിക്കും വകുപ്പ് മന്ത്രിക്കും കത്തയച്ചിരുന്നു.
കെട്ടിട നിർമ്മാണത്തിലെ കുരുക്കുകൾ അഴിയുന്നതിന്റെ സന്തോഷത്തിലാണ് എല്ലാവരും. പുതിയ കെട്ടിടം പൂർത്തിയാകുന്നതോടെ 50 കിടക്കകൾക്കുള്ള സൗകര്യം, ഓപ്പറേഷൻ തിയേറ്റർ, എക്സ്റേ സ്കാനിംഗ് യൂണിറ്റുകൾ, ഫിസിയോതെറാപ്പി, സ്കാനിംഗ്, ഫാർമസി എന്നിങ്ങനെയുള്ള സൗകര്യങ്ങളെല്ലാം ആശുപത്രിയിൽ ഒരുങ്ങും. പിലിക്കോട്, ചെറുവത്തൂർ, കയ്യൂർ, ചിമേനി, പടന്ന, വലിയപറമ്പ് എന്നീ പഞ്ചായത്തുകളിലുള്ളവർ ആശ്രയിക്കുന്നത് ഈ ആശുപത്രിയെയാണ്. അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെട്ടാൽ പാവപ്പെട്ട നിരവധി രോഗികൾക്ക് അത് ആശ്രയമായി മാറും. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ചൂരൽക്കാടുകൾ നാട് നീങ്ങി തുടങ്ങിയെങ്കിലും നാട്ടിലിപ്പോൾ ചൂരൽ കൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾക്ക് പ്രിയമേറുകയാണ്. അന്യസംസ്ഥാന തൊഴിലാളികളുടെ കരവിരുതിലാണ് ചൂരൽ വിസ്മയങ്ങൾ വിരിയുന്നത്. ദേശീയപാതയിലൂടെയുള്ള യാത്രയിൽ വഴിയോരങ്ങളിൽ പലയിടങ്ങളിലായി ചൂരൽ കൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നവരെ കാണാം. പരിസ്ഥിതി സൗഹൃദമായതുകൊണ്ട് തന്നെ ചൂരൽ കൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾക്ക് ഇപ്പോൾ പ്രിയം ഏറെയാണ്. യന്ത്രങ്ങളുടെയൊന്നും സഹായമില്ലാതെ അന്യസംസ്ഥാന തൊഴിലാളികളുടെ കരവിരുതിലാണ് ഉൽപ്പന്ന വൈവിധ്യങ്ങൾ ഒരുങ്ങുന്നത്. ക്ഷമയും ശ്രദ്ധയും ഏറെ ആവശ്യമുള്ള തൊഴിലാണിത്. ചൂരൽ ചൂടാക്കി വളച്ചെടുത്താണ് നിർമ്മിക്കേണ്ട ഉപകരണത്തിനാവശ്യമായ രീതിയിൽ ഫ്രെയിം തയ്യാറാക്കുന്നത്. പിന്നീട് ചെറിയ ചൂരലുകൾ കെട്ടിവെച്ച് അതിനെ ആകർഷകമാക്കും. കേരളത്തിൽ ചൂരൽ ലഭ്യത കുറവായതുകൊണ്ട് തന്നെ മദ്രാസ്, ആസാം എന്നിവിടങ്ങളിൽ നിന്നാണ് ഇപ്പോൾ ചൂരൽ എത്തിക്കുന്നത്. മുൻകാലങ്ങളെ അപേക്ഷിച്ച് ജനങ്ങളിപ്പോൾ കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ബാംഗ്ലൂർക്കാരുണ്ട്, ആസാമിലവരുണ്ട്, ബംഗാളിലവരുണ്ട്. എന്നാൽ കേരളത്തിലെ ആൾക്കാർ വളരെ അപൂർവമാണ്. അതുകൊണ്ട് ആസാമിൽ നിന്ന് വരുന്നുണ്ട്. അതോടെ കേരളത്തിൻ്റെ ഏജൻസി ഉണ്ട്, കൊല്ലത്ത്, കോട്ടയത്ത്, കോഴിക്കോടത്തെ ഏജൻസി ഉണ്ട്. നമ്മളവിടെ നിന്നാണ് ഇത് കളക്ട് ചെയ്യുന്നത്. അതുപോലെ മലേഷ്യയിൽ നിന്നും ഈ സാധനങ്ങൾ, മലേഷ്യയിലെ സാധനങ്ങളുണ്ട്. രണ്ടും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ബംഗാളിൽ നിന്നുള്ളവരാണ് തൊഴിലാളികൾ. പ്രാദേശിക കച്ചവടക്കാരുടെ കീഴിൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നവരുമുണ്ട്. ചെറുവത്തൂർ, കോവൽ, പടന്നക്കാട് എന്നിവിടങ്ങളിൽ ചൂരൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നവരെ കാണാം. കസേര, ടീപ്പോയി എന്നുവേണ്ട തൊട്ടിലുകൾ വരെ ചൂരലിൽ ഒരുങ്ങുന്നുണ്ട്. ടൂറിസം മേഖലയിൽ നിന്നാണ് ചൂരൽ ഉൽപ്പന്നങ്ങൾ തേടി ആളുകൾ കൂടുതലായും എത്തുന്നത്. 2200 രൂപ മുതൽ മുകളിലോട്ടാണ് വില. ഏതായാലും ഓരോ ഉൽപ്പന്നങ്ങളും ഒരുക്കുന്ന അന്യസംസ്ഥാന തൊഴിലാളികളുടെ കൈവഴക്കം കാഴ്ചക്കാരെ വിസ്മയിപ്പിക്കുക തന്നെ ചെയ്യും. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൂഡ്ലു ബാങ്ക് കവർച്ച, മുഖ്യ സൂത്രധാരൻ ഷെരീഫ് അറസ്റ്റിൽ. പിടിയിലായത് കർണാടക കാർവാറിൽ വെച്ച്. കണ്ടെടുത്തത് 10 കിലോ സ്വർണം മാത്രം. ബാക്കി സ്വർണത്തിനു വേണ്ടി അന്വേഷണം തുടരുന്നു. പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന സമ്മേളനത്തിന് കൊടി ഉയർന്നു. മാധ്യമലോകം കാസർകോട്ട്. സാർവജനിക ഗണേശോത്സവത്തിന് ഭക്തിനിർഭരമായ തുടക്കം. ഇനിയുള്ള ദിനരാത്രങ്ങൾ ആത്മീയമയം. കുഴികൾക്ക് പിന്നാലെ പൊടിപടലങ്ങളും. ചിറിയ മുതൽ കുമ്പള വരെ യാത്ര ദുസ്സഹം. കൈവിരലുകളിൽ കൗതുകം. ലക്ഷ്മീശയുടെ വിഗ്രഹങ്ങൾ വിസ്മയ കാഴ്ചയാവുന്നു. ഇതോടെ ഇന്നത്തെ KCN മലയാളം വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.